ഇത്തവണ മുഖത്തിന്റെ സൗന്ദര്യം മാത്രമല്ല കൈയിന്റെയും കാലിന്റെയൊക്കെ സൗന്ദര്യം വെച്ചിട്ട് കൂടട്ടെന്നും പറഞ്ഞ് ഞാൻ ബ്യൂട്ടി പാർലറിൽ കയറിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ കൈ ഇങ്ങനെ തെരപരാന്നും പറഞ്ഞിട്ട് അവർ എന്തൊക്കെയോ ഇട്ട് പറഞ്ഞിട്ട് ചുരുണ്ടി എടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ചെറിയ ചെറിയ മസാജുകൾ കുട്ടി ഇക്ലിപ്പെടുത്തലൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല വൃത്തിക്ക് എന്തൊക്കെയോ മോയ്സ്ചറൈസറൊക്കെ തേച്ചിട്ടുണ്ട്. നന്നായിട്ട് ഒന്ന് മസാജൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഞാൻ എന്റെ കാലവിടെ പുഴുങ്ങാനിട്ടിരിക്കുന്നുണ്ടായിരുന്നു. ആ പുഴുങ്ങലിന് ശേഷം അവർ നല്ല രീതിക്ക് മസാജ് ഒക്കെ ചെയ്ത് തന്നതിന് ശേഷം വീണ്ടും എന്തൊക്കെയോ മോയ്സ്ചറൈസറിന് സ്ക്രബറൊക്കെ ഇട്ടിട്ട് ഒരച്ച് തേച്ച് മാച്ച് കഴുകുന്നുണ്ടായിരുന്നു. അതിന് മാത്രം എടുക്കണ്ടായിരുന്നു ഞാനിങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ആൻഡ് ഒരു ചെറിയൊരു ക്രീമൊക്കെ തേച്ചിട്ട് വീണ്ടും മസാജൊക്കെ ചെയ്ത് തന്നെ എൻ്റെ കാലിനെ കുറച്ച് സുന്ദരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ സുന്ദരിയെന്ന് കണ്ടപ്പോഴത്തേക്കും ഞാൻ നേരെ എൻ്റെ മുഖം വെളുപ്പിക്കാൻ വേണ്ടി മുഖം നന്നായിട്ടൊന്ന് അതേ ഉദ്ദേശം അങ്ങനെ വെളുത്ത് ഗൈസ്. ഫൈനലി ഞാൻ വെളുത്തു. ഇന്ന് തന്നെ നിങ്ങൾക്ക് കാണുന്നുള്ളൂ ഞാൻ എത്രത്തോളം വെളുത്തുള്ളത്. എനിക്ക് എന്തിൻ്റെ അഹങ്കാരമാണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം ഗൈസ്. ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു കാര്യം പിടികിട്ടിയത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ വന്നതെന്ന് കീറി പറിച്ച് ഞാൻ വെച്ചിരിക്കേണ്ട എൻ്റെ മുഖം ഞാനല്ല അവർ ഗൈസ്. അപ്പോൾ അതിൻ്റെ വിഷം മാറ്റാണ് ഞങ്ങൾ എന്താക്കിന് എന്തെങ്കിലും ഒരു കടി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ല ഗൈസ്, എൻ്റെ പാർട്ട്ണറിന് ക്രീം കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടാളുമാണ് ഈ പറിക്കലിനും തൊലിക്കലിനും പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കടിച്ചാൽ പറിക്കാൻ പറ്റാത്തൊരു സാധനം കുടിച്ചിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ചായയും കുടിച്ച് പിരിഞ്ഞു.